ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 6 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇന്ന് അട ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വരുന്ന മാവ് കൊണ്ട് ചപ്പാത്തിയും ചൂടാന്ന് കേട്ടോ. അങ്ങനെ ഇതാ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആട്ടപ്പൊടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ പെട്ടെന്ന് തിളച്ച് കിട്ടാൻ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് പിന്നെ ഇതാ ചായപ്പൊടി ഇട്ടിട്ട് ചായ റെഡിയാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഇതാ ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പണിയൊന്ന് കുറച്ച് നേരത്തെ എടുത്ത് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചേ. കാരണം നമ്മളെ വീട്ടിൽ ഹസ്ബൻഡൊക്കെ ലീവാണെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിരിക്കാനും ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ ലീവുള്ള ദിവസമാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാലി ചായ കുടിക്കൽ. അങ്ങനെ ചായ എടുത്തിട്ട് ഇതാ നേരെ സ്റ്റെപ്പ് മേലെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരുന്ന് ചായ കിട്ടുന്ന ആ ഒരു വൈബ് വേറെ തന്നെയല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടക്കുള്ളത് ഒന്ന് കുഴച്ചെടുക്കണം. അതേപോലെ ഞാൻ വേഗത തേങ്ങയും ശർക്കരയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ശർക്കരയൊക്കെ ഇതുപോലെ കത്തി വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതാ പരത്താൻ വേണ്ടിയിട്ട് പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു വലുപ്പത്തിൽ കിട്ടും ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്തിട്ട് അട ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതുപോലെ ചപ്പാത്തി നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതേപോലെ ഒന്ന് നുറിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനത്തെ അട കഴിക്കാൻ മക്കൾക്ക് ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാ അടിയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഫില്ലിങ്ങൊക്കെ ചെയ്തിട്ട്. ഇനി ചട്ടിയിൽ ചൂടായതിന് ശേഷം ഓരോന്ന് വെച്ചിട്ട് അന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ അടയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, കാരണം മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ തേങ്ങൻ്റെ ഫില്ലിങ് തീർന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതൊക്കെ ചപ്പാത്തി ചുട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ആകുമ്പോൾ ചെറിയ നല്ല പോലെ കഴിക്കൂട്ടോ. പക്ഷേ ചപ്പാത്തിയൊന്നും ഞങ്ങൾക്കും മക്കൾക്കും തീരെ പറ്റില്ല, ചെറിക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ അലക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചായക്ക് ഒടിച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയും അതുപോലെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടൻ്റെ ഉള്ളിലെ ഫില്ലിങ് നമ്മൾ ചൂടാക്കി ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലപോലെ എന്താ പറയുക അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഇതേപോലെ ആയിട്ടുണ്ട്, ഉള്ളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഊരി എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിക്കുന്ന ദിവസമേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് എടുക്കേണ്ട ടൈം എടുത്ത് ചെയ്യേണ്ട പല പണികളും കിട്ടും കേട്ടോ. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അത്യാവശ്യം തോനെ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഊരിയെടുത്തു കേട്ടോ. പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ചൂടാക്കി റെഡിയാക്കിയിട്ട് പിന്നെ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ബാക്കി വരുന്ന മുരിങ്ങൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ, പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇവിടെ നമ്മൾ മഴയത്ത് ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് ഉണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയി ചിക്കലാണ്. അങ്ങനെ ഇത് മൊത്തം ഒന്ന് അലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പുറത്തേക്ക് വെക്കട്ടെ കേട്ടോ, എങ്കിലേ നമുക്ക് ചിക്കാനുള്ള ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് വേഗം ഞാൻ ബാക്കിയുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കേകി വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് കേകി വെച്ചാൽ പിന്നെ നമുക്ക് വലിയ പണിയായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അങ്ങനെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കേകി വെച്ചതിന് ശേഷമാണ് ഞാനിതാ സിറ്റൗട്ടിൽ വന്നിട്ട് അടിച്ചാരി എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ അടിച്ചാരി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് തുടച്ചിടും. പിന്നെ മക്കളെ ആ ഒരു ഭാഗത്തേക്ക് വിടാറില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ എന്താ പറയുക, ചവിട്ടി കുത്തി ചളിയാക്കൂല എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. പക്ഷേ ചില സമയത്ത് മക്കളെ ചവിട്ടി കുത്തലും ചളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പിരാന്ത് പിടിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വന്നിട്ടുള്ളത് മുരിങ്ങ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ഒരു അരിപ്പ് റെഡിയാക്കണം കേട്ടോ. അതിന് തേങ്ങ ആദ്യം തന്നെ പൊളിച്ചത് നമുക്ക് തേങ്ങ ഒരു 2 മുറിയില്ലേ, ആ 2 മുറിയത്തെ തേങ്ങ ഒന്ന് ചെരുകിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ജാറിലിട്ടിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ മുരിങ്ങൻ്റെ ഇലയ്ക്കുള്ളത്.
ബാക്കിയുള്ള മുരിങ്ങൻ്റെ ഇല എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. 2 കണ്ടെയ്നറിലാക്കിയിട്ട് മുരിങ്ങ എടുത്ത് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിറ്റേന്ന് ഈസി ആയിട്ട് ഉപ്പേരിയോ അല്ലെങ്കിൽ താളിപ്പോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർന്ന കറിയോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് മുരിങ്ങൻ്റെ ഇല നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്നായി എന്ന് തോന്നുമ്പോൾ നമ്മളിതാ ഈ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ മീനുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മസാലയൊക്കെ കൂട്ടി വെച്ചത്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം കഴിയും കേട്ടോ. പിന്നെ ബാക്കി അലക്കിയതൊക്കെ ഒന്ന് ചിക്കാൻ അങ്ങനത്തെ അല്ലാതെ ചില്ലറ പണികളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മീൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഭാഗവും കൂടിയൊക്കെ ഒന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോഴേക്കും മുരിങ്ങൻ്റെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ പിന്നെ കഴുകി വെക്കാനും ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലമെനക്കെടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയി ഇടാനുള്ളത്, അതും അങ്ങോട്ട് കൊണ്ടുപോയിട്ടു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് ഫ്രൈ ആയപ്പം ഈ ഉപ്പേരീൻ്റെ മുകളിലൊരു പാത്രത്തോടെയും വെച്ചിട്ട് അതിലേക്ക് ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ റേക്ക് ഒന്നും കൂടി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ തുടച്ചെടുക്കുമ്പോഴാണല്ലോ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടുക. കാരണം കിച്ചണിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഇതാ ഗ്യാസിൻ്റെ ടോപ്പിൽ അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഉള്ളൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഉരച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അത് മൊത്തം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം വൃത്തിയാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ പൊടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണും ഒന്ന് നല്ല വൃത്തിക്ക് റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പണികളൊക്കെ തീർത്ത് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ, രാത്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ മക്കളോട് നമുക്ക് ചായ കുടിക്കാൻ പോകല്ലേ എന്നുള്ള വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മാറ്റിയിട്ട് ചെറിയനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് മുത്തബക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ മുത്തബക്കിനും വിചാരിച്ച് ചെന്നപ്പോൾ നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. പോയ ഹോട്ടലിലും തട്ടുകടയിലൊക്കെ അത്യാവശ്യം നല്ല പോലെ ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കടയിലേക്കാണ് കേട്ടോ പോകാൻ തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാലത്തിനടുത്തുള്ള ഒരു തട്ടുകടയിലാണ് കയറിയിട്ടുള്ളത്. അവിടെ ആണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ട് എന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അവിടെ കപ്പ ബിരിയാണി അല്ല ബോട്ടിയും പൂളയായിരുന്നു. അതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായി. പിന്നെ മക്കൾക്ക് 2 ഓംലേറ്റും കൂടി ഒന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ബൂസ്റ്റ്, നമുക്ക് കട്ടൻ ചായയാണ് പാൽ ചായയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.